ഈ ഫോൺ ഉണ്ണികൃഷ്ണൻ, ഈ വാർത്തയിലേക്ക് നമുക്ക് തിരികെ എത്താം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കുമോ ഹാജരാക്കുക കോടതിക്ക് മുന്നിൽ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അല്പസമയം മുമ്പാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. 7:30 കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പോലീസ് സംഘം, പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് പത്തനംതിട്ടയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ഏതായാലും ഉടൻ തന്നെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ 12 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ കോടതിയിലേക്കാണ് നേരിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം എത്തിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജാമ്യാപേക്ഷ നൽകില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ കസ്റ്റഡി അപേക്ഷ ഇന്ന് അന്വേഷണ സംഘം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഇന്നലെ രാവിലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ഈ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ, അതിനുശേഷം ഇന്ന് പുലർച്ചെ 2:30-ക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് തിരികെ എത്തണം. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് പ്രസാദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കാനാണോ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം? ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ബി അനിൽകുമാറിന്റെ മുമ്പിലാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. വൻ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയാണ് കോടതിയിൽ മുറിയിലേക്ക് ഇപ്പോൾ കയറ്റിയിരിക്കുന്നത്. 2 കേസിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഇവിടെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ന് തന്നെ ഇദ്ദേഹത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണത്തിനായി വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം കൊണ്ടുപോകുന്നതാണ് നമുക്ക് ഇവിടുന്ന് അറിയപ്പെടാൻ കഴിയുന്നത്. പത്തനംതിട്ട DVS വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘമാണ് ഇവിടെ സുരക്ഷ ഒരുക്കിയിരുന്നത്. പ്രത്യേക പോലീസും മറ്റു കാര്യങ്ങളും കൂടി തന്നെ കൃത്യം രാവിലെ 10:00 കൂടി തന്നെയാണ് ഇപ്പോൾ കോടതിയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. പ്രസാദ്, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജാമ്യാപേക്ഷയിൽ ഹർജി നൽകില്ല എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? നിലവിലെ കഴിഞ്ഞ ദിവസം കോടതി ഇവരുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വക്കീലിനെയോ ഒന്നും തന്നെ അറിയിക്കാതെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തുന്ന അദ്ദേഹത്തിന്റെ വക്കീല് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ജാമ്യാപേക്ഷ ഉടൻ തന്നെ നൽകുന്നില്ലെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ശബരിമലയിലെ ദ്വാരപാല ശില്പവും അതിനോടൊപ്പം തന്നെ കവാടത്തിലെ 2 ശില്പം മറ്റു പാളികളും മോഷ്ടിച്ച 2 കേസുകളിലാണ് ഇദ്ദേഹത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കവർച്ച, ഗൂഢാലോചന, വഞ്ചനാക്കുറ്റം, മോഷണം എന്നിവ ചുമത്തി 7 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് അദ്ദേഹത്തിന് കേസ് അന്വേഷിച്ച് അന്വേഷണ സംഘം നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തന്നെയും ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ റാന്നി ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകളിലൂടെ ദേവസ്വം ബോർഡിൽ തന്നെ ഉന്നതർ പ്രതിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത നിലവിലുണ്ട്. ഇന്നലെ തന്നെ നമുക്ക് 2 അന്വേഷണ സംഘമാണ് ഇന്നലെ തന്നെ ഉച്ചയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് സമയം തന്നെ ഇദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യുന്ന അതേ സമയം തന്നെ മറ്റൊരു സംഘം ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സന്നിധാനത്തെത്തി ഇദ്ദേഹത്തിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ശബരിമലയിൽ നിന്നും ലഭിക്കാവുന്ന എല്ലാ തെളിവുകളും അദ്ദേഹം ആ അന്വേഷണ സംഘം അവിടെ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ ഇന്നുമായി പറഞ്ഞിട്ടുള്ള ആരുടെയൊക്കെ പേരാണോ ബാക്കി തെളിവുകളിലൊക്കെ അന്വേഷണം ഉടൻ തന്നെ വായിപ്പിക്കാനാണ്. കാരണം കോടതി 6 ആഴ്ചത്തെ സമയമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതിനു മുമ്പിൽ ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും അനുസരിച്ചുള്ള പ്രതികളെയും മറ്റും ചോദ്യം ചെയ്യാൻ ഇന്ന് തന്നെ അന്വേഷണ സംഘം പുറപ്പെടും.
അതുപോലെ തന്നെ പ്രസാദ്, ഇപ്പോൾ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്ത കാര്യങ്ങളടക്കം അത്യധികം രഹസ്യാത്മകമായിരുന്നു അന്വേഷണ സംഘം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസ് തന്നെയാണ്. അതിനാൽ തന്നെ തുടർന്നുള്ള നടപടികളും അതുപോലെ തന്നെയുള്ള അന്വേഷണ സംഘവും ഇനി ആരെയൊക്കെ ചോദ്യം ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം രഹസ്യാത്മകമായി തന്നെ ആയിരിക്കില്ലേ കൊണ്ടുപോവുക? കാരണം അത് പറയാൻ കാരണം മറ്റു കേസുകളിൽ നിന്നും വ്യത്യസ്തമായി ഹൈക്കോടതിയുടെ നിശിതമായ വിമർശനത്തിന് ഇടപെടുന്ന ഒരു വഴിത്തിരിവാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ശബരിമലയിലെ വിവിധ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കോടതിയെ പോലും കബളിപ്പിക്കുന്ന രീതിയിൽ വലിയൊരു സ്വർണ്ണക്കൊള്ളയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷണം തന്നെയുണ്ട്. വളരെ രഹസ്യാത്മകമായി തന്നെ, കറുത്ത് പറഞ്ഞ പോലെ രഹസ്യാത്മകമായി തന്നെ നമുക്ക് മാധ്യമങ്ങൾക്ക് പോലും പിടികൊടുക്കാത്ത രീതിയിലുള്ള അന്വേഷണമായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. കത്തു അപ്പോൾ ഉച്ചയോടെ തന്നെ അല്ലെങ്കിൽ 12 മണിയോടെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണല്ലേ അന്വേഷണ സംഘത്തിന്റെ നീക്കം? ഇപ്പൊ റാന്നി കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ബി അനിൽകുമാർ എന്ന് പറഞ്ഞ മജിസ്ട്രേറ്റിന് മുമ്പിലാണ് എത്തിയിരിക്കുന്നത്. ബാക്കി കോടതി നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം 12 മണിയോടുകൂടി അദ്ദേഹത്തെ പുറത്തിറക്കി പിന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. 12 മണിയോടെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കും. അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരിക. കോടതി കസ്റ്റഡി നൽകാൻ തന്നെ ആയിരിക്കാം സാധ്യത. ആന്റണിയും അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്നും പ്രസാദുമാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വളരുന്നത് നിങ്ങളുടെ കൈപിടിച്ചാണ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ്